ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നേരം വിളിച്ചിരിക്കുകയാണ്. ഇപ്പം സമയം വന്നിട്ട് 6:30 മണിയായി. നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. സാജിർ മാസ്റ്റർ എത്തിയിട്ടുണ്ട്. സാജിർ മാസ്റ്റർ ഒരു മണിയായില്ലേ? രാത്രി ഒരു 1 മണിയൊക്കെ ആയപ്പോൾ സാജിർ മാസ്റ്റർ എത്തി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ തുറക്കാനുള്ള ടൈം കിട്ടി. മാസ്റ്റർ തിരക്കിലായിരുന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല, വല്ലാണ്ട് തിരക്കിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണവിടെ, ഓക്കെ, എൻ്റെ ഫോണുണ്ട്. അപ്പോൾ നമ്മുടെ രാജീവേട്ടൻ താഴെ കാണും. എല്ലാം എടുത്തല്ലോ അല്ലേ? നമ്മൾ താഴെ ഇട്ടോട്ടെ, വണ്ടി താഴെ കിടക്കണമെന്ന് പറയണേ. സ്റ്റെപ്പ് ഇറങ്ങിയാലും ഒന്ന് വാങ്ങിപ്പോവും. അതെ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി. ഇരുട്ടാണ് സുഹൃത്തുക്കളെ, എന്നാലും താഴെ എത്തട്ടെ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഓരോരുത്തർ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയ ടൈം ആയതേ ഉള്ളൂ കേട്ടോ. നമ്മളും നമ്മുടെ ആവശ്യത്തിന് ഇറങ്ങിയതേ ഉള്ളൂ. വണ്ടി പുറത്തുണ്ടെന്ന് പറഞ്ഞു, ഏതാണെന്ന് അറിയാൻ വയ്യ. മാസ്റ്റർ വിളിക്കുന്നു. അതാ സുഹൃത്തുക്കളെ, രാജീവേട്ടൻ കടന്നു വരികയാണ്. മന്ദം സൈമി അവരൊക്കെ ഇവിടെ പറഞ്ഞില്ല. നമ്മൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഓക്കെ, തുറന്നീര. മഴ പെയ്തല്ലോ. അതുപോലെ രണ്ടാമത് ഞാൻ വന്നില്ലല്ലോ. അപ്പോഴേ ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം സാറേ. ഞങ്ങള് മയക്കുമരുന്ന് ഉപയോഗിക്കാല, കള്ളും കഞ്ചാവൊന്നും ഉപയോഗിക്കാല. പിന്നെ എനിക്ക് അങ്ങനെ അടിക്കുന്നു. ഇവനായിട്ട് തലക്കടിക്കും, ഞാനും ഒരു തലക്കടിക്കും, രണ്ടുപേരും ബോധം കിട്ടും. അതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ഒരു കാര്യം, ഞാൻ വണ്ടി അങ്ങോട്ട് നോക്കിയിട്. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കയറ്റിട്ട് ഇറങ്ങി വാ. അപ്പോൾ നമ്മളെ സൈമിച്ചനും ഗ്യാങ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിലാണ്. കുറച്ചുകൂടെ ടൈമുണ്ട്, ഓരോരുത്തർ എത്തുന്നേ ഉള്ളൂ. രണ്ട് LKG കുട്ടികൾ വരുന്നുണ്ട്. ഞങ്ങൾ പാത്രങ്ങളാണ്. അപ്പോഴേ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെയല്ല, തുണി കഴിക്കാൻ പോകുന്നവരാ. ഞങ്ങൾ തുണി കഴിക്കാൻ പോവാണ്. നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടാണ്. അപ്പോഴേ കോസ്റ്റ്യൂം ചേഞ്ച് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ടിലോട്ട് കയറുവാണ്. ഇനിയിപ്പോൾ അതുവരെ വീഡിയോസ് ഒന്നും ഇല്ല, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളാണ്. ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, സമയം 1 മണി കഴിഞ്ഞ് അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ എൻ്റെ കയ്യിൽ ഗോപ്രോ ഇല്ലായിരുന്നു, അതാണ് വീഡിയോ എടുക്കാറുന്നത്. നമ്മൾ ബ്രേക്ക് വിളിച്ച് നേരെ പോയി ഫുഡ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സൈമിച്ചൻ്റെ കാറിൽ എല്ലാവരും കൂടെ വന്നിരുന്നിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ റെസ്റ്റ് അല്ല, ഞാൻ പണി അവിടെ. എൻ്റെ മൊബൈൽ കോൾ ചെളി ആയതുകൊണ്ട് അതിന് അതിന് ഗ്ലാസ് കയറ്റിയിട്ട് AC എല്ലാം അയച്ചിട്ടില്ലല്ലോ എനിക്ക്. അയക്കാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് പറയണോ വേണ്ട, അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ. ഹലോ ഗെയ്സ്, ഞങ്ങൾ നമുക്ക് രാവിലെ വരെ ഷൂട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കമുണ്ട്. നൈറ്റ് ഷൂട്ടുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അന്ന് കോഫി കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സമയം കോഫി നമ്മളിപ്പോൾ കോഫി ഷോപ്പിലാണുള്ളത്. സൈനിച്ചനുണ്ട്, ബോയിഞ്ചേട്ടനുണ്ട്.
കോഫി ഷോപ്പിലാണ്. ഞാനൊരു പോക്കറ്റ് ഷവർമ എടുത്തു കേട്ടോ. പയ്യ നല്ല ക്ഷീണം. നമ്മൾ വീണ്ടും ലൊക്കേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ വീണ്ടും ലൊക്കേഷനിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. വയ്യ, പ്രത്യേകിച്ച് ഉറക്കം നല്ല രീതിക്ക് ക്ഷീണം. അമ്മേ കിട്ടിയിട്ടില്ല സാറേ. അപ്പോൾ സുഹൃത്തുക്കളെ നേരം വെളുത്തേട്ടാ. നേരം വെളുത്ത് അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ സമയം രാവിലെ 6:30 മണി. നമുക്ക് ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഷൂട്ടാണ്. നൈറ്റും രാവിലെയും ഡേ നൈറ്റ് ഫുള്ള് ഷൂട്ടായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് കഴിയുമായിരുന്നു പടം. ആ ശരി, കഴിഞ്ഞു. അത് ഈ ഉറക്കൊഴിഞ്ഞതിന്റെ ഒക്കെ പാടാണ്. ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങി, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പൊ നേരെ റൂമിലോട്ടാണ്. ഞാൻ ഇന്ന് എന്തായാലും വൈകുന്നേരം പോകത്തേ ഉള്ളൂ. ഒന്ന് മിണ്ടായിരിക്കും. മറ്റേ ബസ്സൊക്കെ ഓടുന്നവർ പറഞ്ഞത് പറക്കും തളികയില് മറ്റേ ഞാനെന്താ പറയട്ടെ. അല്ല ഞാനെന്താ അപ്പോ ഞാൻ റൂമിലോട്ട് പോയിട്ട് അവിടെ കിടന്ന് റെസ്റ്റ് എടുത്തിട്ടേ പോവുള്ളൂ കേട്ടോ. ഓക്കെ ശരി, എന്നാ റൂമിൽ എത്തിട്ട് കാണാം. പുട്ടുണ്ടോ? പുട്ടൊന്നുമില്ല, ഞാൻ ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട. എനിക്കൊരു ബൂസ്റ്റ് മാത്രം മതി. അപ്പോ പറഞ്ഞു. അപ്പൊ 3 അപ്പവും ബീഫും. എന്തോ ഞാനൊരു 3 അപ്പവും ഒരു ബീഫ് കറിയും മേടിച്ചു. ഞാന് 3 അപ്പവും ചിക്കൻ കറിയും. ഇപ്പൊ പൊട്ടിയതാ? എപ്പോഴോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങണം. ചായയുടെ ഇതാണ് കാർഡ്. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കും, ഇങ്ങനെ വെക്കും, ഇങ്ങനെ ടാപ്പ് ചെയ്യും, ഇങ്ങനെ തുറക്കും, ഇങ്ങനെ ഇപ്പൊ ഒരു സാധനമാണ്. ഞാനേ വന്ന് കയറിയപ്പം ഇത് പേടിച്ചു പോയി. എന്ത്? റൊണാൾഡോ റൊണാൾഡോ വീഡിയോ കൊടുത്താ. पानी किधर से मिला? पानी नीचे मिलेगा। नीचे मिला? फ्री? फ्री है? फ्री है। मैं इधर रही है। क्या बोले नहीं है? एड़ा हिंदी हो? जी पुटे? എന്റെ ടോപ്പ് ഹിന്ദി അറിയാൻ വയ്യ. അപ്പൊ സുഹൃത്തുക്കളെ, കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടാ. ഉറക്കം ഉറങ്ങി. ഇപ്പം സമയം 12 മണിയായി. എനിക്ക് 3:30 ട്രെയിൻ. ഞാൻ ആ ടൈമിൽ ഇറങ്ങും. നമ്മുടെ സാജിർ മാസ്റ്റർ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയത് ഇപ്പൊ പോകും കേട്ടോ. ഞാൻ എന്താ ഇവിടെ ഷീപ്പ് ഡിറ്റക്റ്റീവ് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ പടം കണ്ടിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. മാസ്റ്റർ എന്തായാലും ഇറങ്ങുവാണ്.
ജോർജ് കുർബാന കൂടാൻ വന്നതാണോ? കർത്താവിന്റെ ഭവനത്തിൽ ആർക്കും പ്രവേശിക്കാം. ഇനി 8-ാം തീയതി 9-ാം തീയതി അല്ലേ എടുത്തേ? കല്യാണത്തിന് കല്യാണം അല്ല 8-ാം തീയതി 9-ാം തീയതി ഇതിന്റെ ഉണ്ടോ? നിന്റെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ടല്ലേ? പിന്നെ ഓക്കെ ജാവോ. മറ്റേ ടീഷർട്ട് വേണ്ടേ കൊണ്ടുവരണ? അടുത്ത വരവ് വരണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മൂവിയൊക്കെ കണ്ട് തീർത്ത് കേട്ടാ. നല്ല ഉഗ്രൻ സിനിമ എന്ന് പറഞ്ഞാൽ കിടിലം പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഷീപ്പ് ഡിറ്റക്റ്റീവ് സംഭവം പടം കണ്ട് തീർത്തതിന് ശേഷം കുളിച്ച് ഫ്രഷ് ചെയ്ത എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞാനും അപ്പോൾ ഈ റൂമിനോട് ടാറ്റ പറയുകയാണ്. സംഭവം ഇപ്പം 1:30 മണിയായി. 4:30ക്കാണ് ട്രെയിൻ. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി മെട്രോ പിടിക്കണം. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പോകണം. അവിടെ നിന്ന് എറണാടിന് വർക്കല എത്തുമ്പോൾ ഒരു 8-8:30 ആവും, അറിയാലോ. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. വൈറ്റിൽ പോയി അവിടെ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുക, അവിടെ നിന്ന് മെട്രോ പിടിക്കുക. അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ബൈ ബൈ റൂം. അപ്പോൾ ഇനി വീഡിയോ എൻ്റെ ചെയ്യല്ല കേട്ടോ. ഇനി ബാക്കിയുള്ള ആഴ്ചയിൽ പോണ വഴിക്കണം. ഓക്കെ, ഉച്ച സമയമാണ്. വെയിലത്ത് നടന്ന് പോവാം. അപ്പോൾ ഞാൻ വൈറ്റിലെത്തി കേട്ടോ. വൈറ്റിലെ ഹബ്ബ് എത്താറായി. അവിടെ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്നെല്ലാം കഴിച്ചിട്ട് കയറാം. നല്ല വിശപ്പായി കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈറ്റില ഹബിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു കേട്ടോ, മെട്രോ സ്റ്റേഷനിലോട്ട്. ഓ, കുടയുണ്ട്. ഇനി ബാഗിൻ്റെ അകത്തുനിന്ന് ഇനി തുറന്നെടുക്കണം. കുഴപ്പമില്ല, കുറച്ച് വെയിൽ കൊണ്ട് പതുക്കെ നടന്നു പോവാം. ടൈമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. 4:20-നാണ് ട്രെയിൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. വയറും വീത്ത് നടന്നപ്പോൾ അടിപൊളി. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നല്ല വെയിൽ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു തല ഇറങ്ങുന്ന പോലെ. എവിടെയെങ്കിലും പോയി ഉറക്കത്തിൻ്റെ പ്രശ്നമായിരിക്കാം. 2 ദിവസം ഉറക്കം കൃത്യമായിട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പം നടന്ന് വന്നപ്പോൾ ഒരുമാതിരി ബ്ലാക്ക് ഔട്ട് ആവുന്നു. എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഉറങ്ങണം. ഞാൻ തിരക്കി വന്ന ട്രെയിൻ മിസ്സായി കേട്ടോ. നേത്രാവതി പോകാനായിരുന്നു പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നേത്രാവതി ജസ്റ്റ് മിസ്സായിപ്പോയി. ഇനിയിപ്പോൾ 4:20-നുള്ള എറണാട് പിടിക്കണം. അപ്പം 1.5 മണിക്കൂർ നേരത്തെ സ്റ്റേഷനിലെത്തിയിരിക്കണം. ഇവിടെ ഇനി പോസ്റ്റ് അടിച്ചിരിക്കണം. മാരക ചൂടും. പ്ലാറ്റ്ഫോം നമ്പർ 4-ലാണ് കേട്ടോ. ആൾ കുറവാണ്. ടൈം ആകുമ്പോൾ ചിലപ്പോൾ ആൾ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ കമ്പാർട്ട്മെൻറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ബൈക്ക് എടുക്കണം. ബൈക്ക് എടുത്ത് നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ സ്റ്റേഷനിൽ കടന്നതേ ഉള്ളൂ. ബൈക്ക് ഇവിടെ ഈ ഭാഗത്ത് തന്നെയാണ്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനടുത്തുള്ള പാർക്കിംഗ് സ്ഥലത്താണ് ബൈക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അണ്ണ വീണ്ടും വന്നു. അണ്ണ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. നിന്റെ അണ്ണം വന്നപ്പോ വേണ്ട. മതി. പാറു, ഇത് എന്തിര്? എനിക്ക് തരുമോ? എനിക്ക് താടി. അവരോടോ തിന്നെ പോണോ? താ താ. നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചോറൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. നാളെ വർക്കുണ്ടെങ്കിൽ വർക്കിന് പോകണം. ഇതിപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ്. ഇന്നത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ 2 ദിവസത്തെ കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ ഒതുക്കിയിടുക കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ശരിയെന്ന് നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം. അതൊരു ബൈ.